റിയൽമിയുടെ റിയൽമി 14X 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പം റിയൽമി 14X 5G എന്ന ഫോണിന്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഒഫീഷ്യലായിട്ട് കൺഫേമും ആയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. വിലയെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി 14X 5G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ കാര്യത്തിൽ 6.6 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആയിരിക്കും ഈ ഫോണിൽ വരിക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ HD റെസൊല്യൂഷനെ ഇതിൽ വരാൻ ചാൻസ് ഉള്ളൂ, ഫുൾ HD റെസൊല്യൂഷൻ ഇതിൽ വരാൻ ചാൻസ് ഇല്ല. അപ്പം ഈ ഒരു ഫോണിന്റെ വില 10,000 രൂപയ്ക്ക് മുകളിലായിരിക്കും വരിക. ആ 10,000 രൂപയ്ക്ക് മുകളിൽ വരുന്ന ഒരു ഫോണിൽ ഫുൾ HD റെസൊല്യൂഷൻ ഇല്ല എന്നുള്ളത് അത്ര നല്ലൊരു കാര്യമില്ല. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഫുൾ HD റെസൊല്യൂഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് അത്ര നല്ലൊരു കാര്യമായിരിക്കില്ല. പിന്നെ LCD പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പഞ്ചോൾ ഡിസൈൻ വരുന്നതായിരിക്കും, പഞ്ചോൾ വരിക, ടോപ്പ് സെൻറ്റർ ഭാഗത്ത് ആയിട്ടായിരിക്കും. പിന്നെ ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പം ഈ ഒരു ഫോണിൻ്റെ വില നമ്മൾ ഒരു 12,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ആ ഒരു പ്രൈസിങ് വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരുന്നതായിരിക്കും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 6300 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇപ്പം 12Xൽ MediaTek Dimensity 6100+ എന്ന പ്രോസസ്സറാണ് വന്നിട്ടുള്ളത്. അതിൽ നിന്ന് ഇത് ചെറിയൊരു അപ്ഗ്രേഡ് ഒക്കെ ആയിരിക്കും, ഭയങ്കര വലിയൊരു അപ്ഗ്രേഡ് എന്നല്ല, എന്നാലും ചെറിയൊരു അപ്ഗ്രേഡ് ഒക്കെ തന്നെയാണ്. പിന്നെ 12,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് തരക്കേടില്ലാത്തൊരു പ്രോസസ്സർ എന്നും പറയാവുന്നതാണ്. 5G സപ്പോർട്ടൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. പിന്നെ ബേസ് വേരിയന്റിൽ 6GB റാമും 128GB ഇന്റേണലും ആയിരിക്കും വരിക. 8GB റാമും 128GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും 8GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നതായിരിക്കും. പിന്നെ LPDDR4Xന്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യത്തിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 MP മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരും. രണ്ടാമത് ഒരു A സെൻസർ വരുന്നതായിരിക്കും. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും ഇതിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പിന്നെ ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. അപ്പം അത്ര മികച്ചൊരു ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ ഒന്നും വന്നോളണം എന്നില്ല. തരക്കേടില്ലാത്ത ഒരു ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഫോണിന്റെ വെയിറ്റ് വരിക ഏകദേശം 197 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 7.94 mm ആയിരിക്കും. പിന്നെ ഈ ഫോണിന്റെ ക്രിസ്റ്റൽ ബ്ലാക്ക്, ഗോൾഡൻ ബ്ലോ, അതുപോലെ തന്നെ ജ്വൽ റെഡ് എന്നീ കളർ വേരിയൻസ് ആയിരിക്കും ലോഞ്ച് ചെയ്യുക. ഇനി ഈ ഫോണിന്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ബാറ്ററി ആയിരിക്കും. ഇപ്പം ഇതിൽ 6000 mAh ബാറ്ററി വരുന്നതായിരിക്കും. അത് കൺഫേം ചെയ്തിട്ടുണ്ട്. വളരെ മികച്ചൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരും. അത് മാത്രമല്ല 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നതായിരിക്കും. അപ്പം ഈ ഒരു പ്രൈസിങ്ങിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് 12,000 രൂപ പ്രൈസിങ്ങിലൊക്കെ 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് എന്നുള്ളത് നല്ലൊരു ചാർജിങ് സ്പീഡാണ്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ IP69 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതും ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇപ്പം 15,000 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു ഫോണിൽ IP69 റേറ്റിംഗ് വരിക എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പൊതുവെ IP69 റേറ്റിംഗ് ഒക്കെ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോണുകളാണ് കാണാറ്. ഈവൻ കുറച്ച് കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിലും IP68 റേറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ 20,000 രൂപയ്ക്ക് മുകളിലുള്ള ഫോണുകളിലാണ്. അപ്പം നമുക്ക് 15,000 രൂപയ്ക്ക് താഴെയുള്ള ഫോണുകളിൽ തന്നെ IP69 റേറ്റിംഗ് കിട്ടാൻ പോകുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. അപ്പം 12,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഒരു വാട്ടർ റെസിസ്റ്റൻറ്റ്, ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ഒക്കെ ആയിട്ടുള്ള ഒരു ഫോൺ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം അതായിരിക്കും ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ HD റെസൊല്യൂഷന് വരാൻ ചാൻസ് ഉള്ളൂ. അങ്ങനെ ഒരു കാര്യമുണ്ട്, അത് ശ്രദ്ധിക്കണം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ December 18 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റ് ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 15,000 രൂപയ്ക്ക് താഴെ ആയിരിക്കും എന്നുള്ള കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എക്സ്പെക്ടേഷൻ 12,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ഈ ഫോൺ വന്നേക്കാം എന്നാണ്. 12X എന്നുള്ള സ്മാർട്ട് ഫോൺ ആ ഒരു പ്രൈസ് റേഞ്ചിലായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും റിയൽമിയുടെ 14X 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.